ബൈബിൾ മുഴുവൻ തെരഞ്ഞെടുപ്പല്ലേ. അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോഴും തെരഞ്ഞെടുപ്പല്ലേ മത്തായി ശ്ലീഹ പഠിപ്പിക്കുന്നത്. കോലാടുകളും ചെമ്മരിയാടുകളും തമ്മിൽ വേർതിരിക്കുന്നു പറയുന്നില്ല. 10 കന്യകളെ കുറിച്ച് പറയുമ്പോൾ വിവേകമുള്ള കന്യകളും വിവേകമില്ലാത്ത രണ്ടും കന്യകകളാണ്. കന്യകളെല്ലാവരും ശരീരത്തിൽ കന്യകയാണ്, പക്ഷെ ഹൃദയം കൊണ്ടുള്ള കന്യകത്വം സത്യദൈവത്തെ ആരാധിക്കുന്നു, പ്രിയമണവാളനായി സ്വീകരിക്കുന്ന അവസ്ഥ. ശാരീരികമല്ലത്, അത് ആന്തരികമാണത്. ശരീരത്തിലുമുണ്ട്, ആത്മാവിലോട് പോലെ നിൽക്കുന്ന രഹസ്യം. അത് വലിയ അതാണ് തെരഞ്ഞെടുക്കലല്ലേ, മൊത്തം തെരഞ്ഞെടുപ്പല്ലേ മൊത്തം. അതിലെ രാത്രിയിൽ യജമാനൻ വരുന്നത് കണ്ടുകൊണ്ട് ഉണർന്നിരിക്കുന്ന വൃത്തിനല്ലേ ഭാഗ്യവാൻ. തെരഞ്ഞെടുപ്പല്ലേ അത്. 2 കാലത്ത് ഹല്ലേലൂയ. ഈശോയ്ക്ക് 12 പേരെ തെരഞ്ഞെടുക്കുകയല്ലേ. 12 പേര് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ 12 പേരെ തെരഞ്ഞെടുക്കുകയല്ലേ, തന്നോട് കൂടെ ആയിരിക്കാൻ, പ്രസംഗിക്കാൻ, അയക്കാൻ. വിശ്വാസികളെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലേ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. 72 പേരെ തെരഞ്ഞെടുക്കുകയല്ലേ. പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ കുറിച്ച് യോഹന്നാൻ 6 പഠിപ്പിക്കുമ്പോൾ, യോഹന്നാൻ 60 വരുമ്പോൾ പറയുന്നുണ്ട്, ഈ വചനം കഠിനമാണ്, ആർക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പിറുപിറുക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം, അത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അഭിഷേകമാണ്, അവകാശം. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് കിട്ടും. അവർക്ക് കിട്ടുന്ന ദാനമാണ് കുർബാന. വിശുദ്ധിയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും വിശുദ്ധി പാലിക്കാൻ പറ്റത്തില്ല. കൃപയാൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. അവർ വചനം ഭക്ഷിക്കുന്നവരാണ്, ദൈവവചനത്തോട് വിധേയത്തോളം. ഹല്ലേലൂയ. അല്ല, പിശാച് പറയുന്നത് ചെയ്യുന്നവരല്ല അവര്, ദൈവം പറയുന്നത് ചെയ്യുള്ളൂ.